അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊന്ന് കണ്ടിട്ട് വാ. നീ ഒന്നും പറയണ്ട. 2 ദിവസം ഒന്ന് പറഞ്ഞു പോയിട്ട് കുറച്ച് ദിവസം ആയല്ലോ. എനിക്കറിയാം നീ എന്തിനാ അവിടെ നിൽക്കുന്നേന്ന്. അല്ലമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. അമ്മേ. എന്താടി അമ്മ പറയുന്നേ? ചേച്ചിക്ക് അറിയാലോ അമ്മയ്ക്ക് ആ കാര്യത്തിൽ താല്പര്യമൊന്നും ഇല്ലെന്ന്. എനിക്കറിയാൻ പാടില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു. നീ ഒന്ന് വന്നേ. ആരാ റോന്തിട്ട് നടക്കണേ നോക്കിയാ. മോളെ, ഈ ചേട്ടന്മാര് നിന്നെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ഒന്ന് പോയേച്ചി. ആ കേടിനടിച്ച എടാ ഭവ്യ, അവളെ കാണുന്നതിനേക്കാൾ അവളെ കാണാൻ വരുന്ന യാത്രകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിനക്ക് ഭ്രാന്താമോ? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നിനക്ക് കാമുകത ഭയങ്കര കാമുക. എടാ അവളെ ടെറസിന്റെ മുകളിലൊന്നും കാണണല്ലോ. നട്ടപ്പാതിരിക്ക് ടെറസിന്റെ മുകളിൽ വന്നിട്ട് ഓളെന്താ കോഞ്ചറിൻ ടൂല പ്രേതോ? എന്നാ വലിയ വീടാടാ. എനിക്കുണ്ടൊരു വീട് ചെറ്റക്കുടില്. അങ്ങനെ പറയരുത്. എടാ ഈ ഇല്ലാത്തപ്പോ അത് കുടില്, ഇള്ളപ്പോഴല്ലേ ചെറ്റക്കുടിലാവുന്നേ. കോമഴി നിർത്ത്, അവളെ കാണണ്ടേ. ഇവിടെ നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. നീ പോയിട്ട് വരാന്ന്. എടാ അവളുടെ കാമുകൻ നീയാണോ ഞാനാണ്? എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാമുകന് മധുരയാടി ഓടാൻ പറ്റുമോ? ഞാൻ പോയി നോക്കിട്ട് ഓക്കെ, ഞാൻ വിളിക്കാം. ഗംഗേനെ കാണാൻ പോകാന്നൊക്കെ എനിക്കറിയാട്ടാ. പിന്നെ എടാ എനിക്കൊരു ഐഡിയ. നമ്മൾ രണ്ടാളും ഇൻസ്റ്റാൾമെന്റിന് സാധനം വെക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു പോയാലോ? ഈ പാതിരാത്രി ഇൻസ്റ്റാൾമെന്റ്. ഇടയ്ക്ക് ഞാൻ പരാജയമുണ്ടല്ലേ. എന്റെ അധപ്പതനമേ ഒന്ന് പോകാവോ? ശരി, നോക്കി വരാം. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എന്തിനു നിനക്ക് ഇത്ര സൗന്ദര്യം ദൈവം പാരിക്കൂരുത്ത? നമുക്കൊരു സെൽഫി എടുക്കാം ചേട്ടാ. പിന്നെ യുഗാമിലിട്ടെടുക്കാം. അതിനാ? ഇല്ലേ നമ്മൾ പ്രേതങ്ങളെ പോലെ ഇരിക്കും. അതെ, അതിനല്ല. ഇന്നലെ ഏട്ടൻ വിളിച്ചപ്പോഴേ ഫോൺ എടുത്തത് അച്ഛനായിരുന്നു. അച്ഛനായിരുന്ന ഞാൻ കുറെ മൂടത്തല്ല. അത് കുഴപ്പമില്ല, അച്ഛന് മനസ്സിലാവില്ല. അതല്ല, പുള്ളി എനിക്കൊരു ഉമ്മ തിരിച്ചു തന്നു. എന്റെ ദിവസം കണ്ടു വന്നേ. ഡീസൽ കാശെങ്കിലും മുതലാകട്ടെ. ഇൻസ്റ്റാൾമെന്റിന് സാധനം വെക്കാൻ വന്നാ? രാത്രിയാണ് ഇൻസ്റ്റാൾമെന്റ്. ഇപ്പൊ നേരം വഴിക്ക് ശ്രദ്ധിക്കുന്ന കച്ചവടമില്ല. നാളെ വരാം. ശ്രദ്ധിക്കേ. তোমার সুর মোদের সুর সৃষ্টি করো কই কসুর তোমার সুর. ഞാനല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. ചമ്മന്തിക്ക ഉള്ളിട്ടടിച്ച പൊരിക്കും. ഇവനെന്ത് ഇങ്ങനെ നടക്കണ? എടാ വൃത്തിയുടെ നീ എന്തിനാ ഇങ്ങനെ നടക്കണേ? ഇവയെ വന്ന് വണ്ടിക്കാൻ നോക്ക്. ഈ നാട്ടിൽ ഞാൻ മാത്രം ഇങ്ങനെ നടക്കുള്ളൂ. നീ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അപ്പൊ തല്ലണയാണെങ്കിൽ തെരഞ്ഞു പിടിച്ച് എന്നെ തല്ലിക്കോട്ടെ. ആ കാമുകനാകുമ്പോ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. അത് പ്രകൃതി നയമ. എന്നാലും ഭയങ്കര ചതിയായി പോയിട്ടോ. നീ എത്ര അനുഭവിക്കാൻ കിടക്കുന്നേ. ഞാൻ വിളിക്കാം സാറേ. അവന്മാരെ വണ്ടി നിർത്താതെ പോയി. നമ്പർ നോട്ട് ചെയ്തു. 8201. ആ കയറ്, അമ്മരെ വീട്ടിൽ പോയി പോക്കാം. അതിനൊന്നും നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ വർക്ക്ഷോപ്പിൽ പണിക്കൂടുന്ന വണ്ടിയല്ലേ. എന്നാ സാർമാരെ ഇങ്ങോട്ടിറങ്ങി വേടാ. സാറേ, ഇതെന്റെ സ്വന്തം ഭാര്യ, ഇതെന്റെ സ്വന്തം വീടാ സാറേ. അത് ഞങ്ങൾക്ക് മനസ്സിലായടാ. ആ എടി സാറിന് മനസ്സിലായി. നീ പോലീസുകാര് കൈ കാണിച്ച വണ്ടി നിർത്താ പോലെടാ. പോലീസുകാരോ? എപ്പോ? നിന്റെ വണ്ടി അവിടെ രാജകുമാരി വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുത്തേക്കണം. അവിടെ കൊടുത്ത് തെറ്റായി പോയോ? വാടോ. ആണോടി? ഡാടാ, ഈ പൊട്ടൊക്കെ ഇവിടെയല്ലേ വെക്കേണ്ടത്? എന്തായാലും മുടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനി എങ്ങനെ നടക്കാനാണ്? ആ ഫ്ലോയിങ് പോയില്ലേ, ഇനി ഒന്നേന്ന് തുടങ്ങണം. ആടി കുമാരേട്ടാ, ഇതെന്തുറ്റി? അയാൾ ഒരുപാട് തല്ലിയ. നീ എന്ത് ചെയ്യൂടാ? സാറേ, വെള്ളമടിച്ച് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് തല്ലാളെ നിയമമൊന്നുമില്ലല്ലോ. ഓ, അപ്പൊ നിനക്ക് നിയമ വകുപ്പൊക്കെ അറിയാല്ലേ? വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതിന് മാത്രല്ലടാ, എനിക്ക് വേറെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മാറി വിടാം. സാറേ, വെറുതെ വ്യക്തിപരാഗം തീർക്കരുത്. കഴിവറട മോനെ, ഞാൻ ആരാ നടന്നീ കരുതിയത്?
നിന്നെ പോലെ ഒരു ഞോള പയ്യനോട് വ്യക്തിപരം തീർക്കാൻ മാത്രം കൂറയാണ് ഞാനെന്നോ? FIR എഴുതി ഞാൻ കോടതിയിലോട്ട് വിടും. ഞാനൊന്ന് കാണട്ടെ ഇവരൊക്കെ എങ്ങനെ ഊരി പോകുന്നു. ഒരു വ്യക്തി വന്നേക്കുന്നു. ആഹാ, വക്കീലും വന്നല്ലോ. ഞാൻ ഇവരെ ജാമ്യത്തിലെടുക്കാൻ വന്നതാ. അതങ്ങനെ പെട്ടെന്ന് പറ്റില്ലല്ലോ വക്കീലെ. എന്താ കാരണം? ഇവന്മാർക്ക് കഞ്ചാവ് കൊച്ചോടുണ്ടോന്ന് എനിക്കൊരു സംശയം. ഇവനൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ ഇതൊക്കെ ഒരു താടിയും മുടിയും. താടിയും മുടിയും വളർത്തുന്നവരൊക്കെ കഞ്ചാവാണെങ്കിൽ ബില്ലാദൻ കഞ്ചാവാണോ? ബാബു ആന്റണി കഞ്ചാവാണോ? എന്തിന് ബോബ് മാർലി കഞ്ചാവാണോ? ബോബ് മാർലി കഞ്ചാവുണ്ടോ? ഇവിടുന്ന് ഇറങ്ങണ്ടേ? സാറിന് സംശയമല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇതിനകത്ത് എല്ലാ വിവരങ്ങളുണ്ട്. സാറ് സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു പഠിക്കും. സാറേ, ഞാൻ ഈ പിള്ളേരെ കൊണ്ടുപോട്ടും. വാടാ മക്കളെ. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടി. ഓട്ടെ സാറേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ദാ, എന്നെങ്കിലും നിന്നെ എന്റെ കിട്ടും. അമ്മയാണ് അന്ന് ചാവിട്ട് നിന്റെ അടിനാവ് ഞാൻ കലക്കും. ഇരിക്കാനും വന്നേക്കണം. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. എടാ, ഈ വക്കീലൊക്കെ എങ്ങനെയാ കൃത്യസമയത്ത് വന്ന്? ഇതിന്റെ ബാർമേറ്റാ. ഞങ്ങൾ കുടിയന്മാർക്ക് ഇങ്ങനെ പല വലിയ ബന്ധങ്ങളും കാണും. കുടിയണ്ട. എന്നാ പോവാ. പോവാ. എങ്ങോട്ട്? ചാക്കോ